ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളുടെ വാർത്തകളിലൊക്കെ ഇടം പിടിച്ചു തുടങ്ങി. നോട്ടിഫിക്കേഷൻ ഒക്കെ നമുക്ക് ബാക്കി പാലക്കാട് ആരായിരിക്കും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി വരിക? അല്ല, നമുക്കത് പിന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആയിട്ട് ആര് മത്സരിക്കും ആര് മത്സരിക്കത്തില്ല എന്ന് ഏതെങ്കിലും മണ്ഡലത്തിൽ ഏതെങ്കിലും കാലത്ത് പറയാൻ പറ്റുന്ന ഒരാളല്ലല്ലോ ഞാൻ. ഏതെങ്കിലും കാലത്ത് പറയാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്ന ഒരാളല്ലല്ലോ ഞാൻ. ഇപ്പൊ തീരെയില്ല. അപ്പോ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ആര് എന്ന് തീരുമാനിക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഒരു കാലത്തും എനിക്ക് ഉണ്ടായിട്ടില്ല. അത് ഇനി നിയമസഭ വേണ്ട, വാർഡിൽ എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിട്ടുള്ളൂ. വാർഡ് കമ്മിറ്റിയല്ലേ തീരുമാനിക്കുന്നത്. അപ്പം സ്വന്തം കാര്യം പറയാം, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമോ എവിടെങ്കിലും? അല്ല, ഞാനിപ്പോൾ നിലവിൽ നിയമസഭാ സാമാജികനാണല്ലോ. അടുത്ത തെരഞ്ഞെടുപ്പായിട്ടില്ല, നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഇനി എത്രയോ കാര്യങ്ങളുണ്ട്. നമുക്ക് അത്രയും സർട്ടനായിട്ട് നാളത്തെ കാര്യത്തെ പറ്റി ഇപ്പോൾ ഉറപ്പ് പറയാൻ കഴിയുന്ന ആളുകളല്ലോ നമ്മളാരും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു വാർത്ത സൃഷ്ടിക്കണ്ട. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ വാർത്ത. അത് ഇനിയും ഞാൻ പറഞ്ഞതിന്റെ അറ്റവും മൂലയും വെച്ച് വാർത്ത സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, സൃഷ്ടിക്കണോ വേണ്ട എന്നുള്ളത് നിങ്ങളുടെ തീരുമാനം. ഞാൻ ജനങ്ങളോട് പറയുകയാണ്, ഞാൻ ഒന്നുമേ പറഞ്ഞിട്ടില്ല. അത്തരം കാര്യങ്ങളെ പറ്റിയിട്ടൊന്നുള്ള ഒരു ചർച്ചയും ഞാൻ ആരോടെങ്കിലുമോ എന്നോടാരെങ്കിലുമോ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാനതാ പറഞ്ഞത്, ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാനത് പറയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ പേരിൽ കൊടുക്കാം. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ അതിനെപ്പറ്റി ഒരു കമന്റും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഫാക്ട്. ഇനി വാർത്ത എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അടുത്ത ദിവസം കോടതി പരിഗണിക്കുകയാണല്ലോ. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ സത്യം ജയിക്കേണ്ടതാണ്, സത്യമേ ജയിക്കാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിനകത്തൊന്നും എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആത്മവിശ്വാസക്കുറവില്ല. നമുക്ക് പിന്നെ കേസിന്റെ കാര്യങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാം. മണ്ഡലത്തിലേക്ക് ഉടനെ പോകുന്നുണ്ടോ? ഞാൻ മണ്ഡലത്തിൽ തന്നെയാണുള്ളത്. ഇപ്പോൾ ഇന്നലെ ആചാര്യന്റെ ജയന്തിയുമായി ബന്ധപ്പെട്ടും ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ UDF ജില്ലാ കൺവീനറിന്റെ കുടുംബത്തിലൊരു വിവാഹവുമായി ബന്ധപ്പെട്ടും പത്തനംതിട്ടയിൽ തുടരുന്നില്ല. ഞാൻ പാലക്കാട് തന്നെയുണ്ട്. പാലക്കാട് ജനങ്ങളെ ജയിപ്പിച്ചാണല്ലോ ഉത്തരവാദിത്തം നടപ്പാക്കുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷം പോയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതിന് മുമ്പത്തെ വർഷം പോയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതിന്റെ മുന്നിലത്തെ വർഷം പോയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു?